മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മോർണിംഗ് തോട്ട്സ് എന്താണ്, അല്ലെങ്കിൽ അവർ എത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു റിയൂണിയൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ, അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. എന്നിരുന്നാലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത്. എന്നാലും അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് ഓടിയെത്തണം എന്നുള്ളതാണ്. നിങ്ങളെ ഒരുപാട് 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 ക്ഷമയോട് കൂടി തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ത്രീ ഓഫ് വാൺസിന്റെ എനർജി നോക്കുകയാണെങ്കിലും ഈ ഒരു സമയത്ത് പോലും അവർ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഇത് എംപ്രസ് കാർഡിന്റെ എനർജിയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ സാധ്യമല്ലാത്ത രീതിയിലൊരു ഇഷ്ടമുണ്ട്. പക്ഷെ പലപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട്. ഒരുപാട് തടസ്സമാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് തടസ്സം കാണുന്നുണ്ട്. പല രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ പലരും ഫേസ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഈ ഒരു വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താനായിട്ട് അവരെ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് പോലും നിങ്ങളിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ പല രീതിയിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നതായിട്ടും ഉള്ള ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് പോലും അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഒരു ഇഷ്ടം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കെയറിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. സോ പല കാര്യങ്ങളും അവർ ഒരുപാട് വിഷമത്തോടു കൂടി നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് തന്നെ ഒരു വലിയൊരു കാര്യമാണെങ്കിൽ തന്നെയും അത് നിങ്ങളോട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ തന്നെ പറയുന്നുണ്ടായിരിക്കാം, നിന്നോട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു അതായത് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയ പോലെ ഒരു ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത്. ഒരു പ്രതീക്ഷയുണ്ട്, ആ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട്, ഒരു ആശ്വാസം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ അത്രത്തോളം ഒരു കെയറിങ്ങും ഒക്കെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളതാണ്. പല കാര്യത്തിനും നിങ്ങളെ കൊണ്ട് ഫിസിക്കലി അല്ലെങ്കിൽ നിങ്ങളെ ഫിനാൻഷ്യലി ഒന്നും തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ സഹായിക്കാനായിട്ട് സാധിക്കില്ല എങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഒരു മെന്റൽ സപ്പോർട്ടൊക്കെ തന്നെ ഒരുപാട് കൊടുത്തിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വാല്യൂ ഒരുപാട് ഈ ഒരു വ്യക്തി മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് പോലും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഓരോ മൊമെന്റിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടില്ല മറ്റൊരു കാർഡ് നൈറ്റ് ഓഫ് സ്വാർഡ്സ് ആയിരുന്നു. ഈ ഒരു കാർഡിന്റെ എനർജി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി ഒരുപാട് ഈ ഒരു സമയത്ത് പോലും ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട്. ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീഡിങ്ങിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം ത്രീ കപ്സ് ആയിക്കോട്ടെ നൈറ്റ് ഓഫ് സ്വാർഡ്സ് ആയിക്കോട്ടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മുന്നോട്ട് ഉണ്ട്. കാരണം തുടർന്നും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിലും ഇനി അതൊന്നും തന്നെ കാര്യമാക്കുന്നില്ല. എന്തൊക്കെ ഓപ്പോസിഷൻസ് ആണെങ്കിലും അതൊക്കെ തന്നെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്ത് തന്നെ നിങ്ങളിലേക്ക് എത്തണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ പലർക്കും ഇവിടെ ഒരു ഫാമിലി സപ്പോർട്ടൊന്നും അധികമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ തന്നെ ഒരുപാട് രീതിയിൽ ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കാത്ത ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവരായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ. ഇപ്പൊ തന്നെ ചില കാര്യത്തിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് നിങ്ങളെ തിരിക്കാനും നിങ്ങളിൽ നിന്ന് അവരെ ധരിപ്പിക്കാനും ഒക്കെ തന്നെ ഒരു മാനിപ്പുലേഷൻ എനർജി അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ. അത് അത്രയും ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് അധികം ഇവിടെ കാണുന്നില്ല. കൂടുതലും ഒരു വ്യക്തി അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറേയധികമായിട്ട് എതിർക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ഈ ഒരു സിറ്റുവേഷൻ മാറുമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു എതിർപ്പുകളൊക്കെ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മാറുമെന്ന് കരുതിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടിരുന്നവരാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അവർക്കിത് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് നാളൊന്നും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കില്ല. കാരണം ഈ ഒരു സൈലൻസ്, നിങ്ങളുടെ ഒരു സൈലൻസ് അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ അവർക്ക് ഒരുപാട് ഒരുപാട് വേദനകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇനി എന്താണോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത്, എന്നിരുന്നാലും അതിനെയൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരാമെന്നുള്ള അത്തരമൊരു ഡിസിഷൻ അവർ എടുക്കുന്നതായിട്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് സ്വാർഡ്സിൻ്റെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഇനിയും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങിയതിന് ശേഷം നിങ്ങളിലേക്ക് എത്താം എന്നുള്ള ഒരു കാര്യം അവരിനി ഓർക്കണില്ല. കാരണം
ഒരുപാട് തടസ്സങ്ങൾ ഇനിയും ഉണ്ടാവും എന്ന് അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇനി അതിലൊന്നും ഒരു മാറ്റം വലുതായിട്ട് വരാനായിട്ട് നീ പോകുന്നില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ നിങ്ങളിലേക്ക് എത്താനായിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ തന്നെ അവർ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്ത് എന്ത് എഫോർട്ട് എടുത്തിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. സോ അതുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ എന്നോണം കിട്ടിയിട്ടുള്ള ഒരു കാർഡ് പോലെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കാർഡ് എന്ന് പറയുന്നത്. സോ അവർ ആ ഒരു ഡിസിഷൻ തന്നെ ആയിരിക്കണം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കാരണം അവർ ഒരു റീബർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് പോലും ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പറയുന്നത് ഒരു റീബർത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഇനിയും തിരികെ വരും. ചിലപ്പോൾ നിങ്ങളുടെ ഡ്രീംസിൽ പോലും നിങ്ങൾ ഒന്നിക്കുന്നതായിട്ടൊക്കെ തന്നെ ഡ്രീം കാണുന്നുണ്ടായിരിക്കാം. എന്നാലും നിങ്ങൾ ഒരു മുന്നോട്ട് ആലോചിക്കുമ്പോൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിലുള്ള ഒരു തടസ്സങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് പോസിബിൾ ആവുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും. കാരണം അത്രയധികമായിട്ടൊരു എതിർപ്പുകളൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ വ്യക്തിയും അങ്ങനെയാണ് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഇതുവരെ. പക്ഷേ ഈ ഒരു സമയത്ത് അവരതിനെയൊക്കെ മറികടന്ന് വരുന്നതായിട്ട് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതുപോലൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റീബർത്ത് കാർഡ് സൂചിപ്പിക്കുന്നത് അത്തരമൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് പോലും ഒരു റീബർത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരു ക്ലാരിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. സോ അത്തരമൊരു റീബർത്ത് ഉണ്ടാവാൻ ഉള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ യു ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിലും നിങ്ങൾ ഒരുപാട് ഓർമ്മകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഓരോ മൊമെൻറ്റുകളായിക്കോട്ടെ, ഓരോ കാര്യങ്ങളും അവർക്ക് ഒരുപാട് വാല്യുബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർമ്മകൾ അവർക്ക് നിങ്ങളിൽ നിന്നും ഒരുപാട് ഓർമ്മകൾ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഓർമ്മകളൊക്കെ തന്നെ ഇനിയും റീക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ഇനിയും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടായി ആ ഓരോ മൊമെൻറ്റും ഇനിയും റീക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ തന്നെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത് വീണ്ടും ഒരു ക്ലാരിഫൈ ചെയ്യുന്ന സമയത്ത് പോലും കിട്ടുന്ന ഒരു എനർജിയാണ്. കാരണം ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന 2 ഓഫ് സ്വാർഡ്സ് ആണ്. സോ ഈ ഒരു സമയത്താണെങ്കിലും അവരുടെ ഒരു ഒബ്സ്റ്റക്കിൾസും കാര്യങ്ങളും തടസ്സങ്ങളും ഒന്നും തന്നെ മാറിയിട്ടില്ല. കാരണം അവരുടെ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് അല്ലെങ്കിൽ അല്ലാണ്ടുള്ള തടസ്സങ്ങളായിക്കോട്ടെ ഒക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് റീഡിങ്ങിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്ലാരിഫൈ ചെയ്ത സമയത്തും അങ്ങനെ തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് തന്നെയാണെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അവരതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരണമെന്നൊരു ഡിസിഷൻ എടുക്കുന്നതായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 ഓഫ് പെൻറ്റാക്കിൾസ് എനർജി ആണെങ്കിലും ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി അവർക്കുള്ളതായിട്ടൊരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ പ്രൈസ്ലെസ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഒരു ഭയങ്കര വാല്യുബിൾ ആയിട്ടൊക്കെയാണ് നിങ്ങളെ അവർ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡെവിൽ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു കണക്ഷൻ ആയിക്കോട്ടെ, ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ആയിക്കോട്ടെ, ഒക്കെ തന്നെ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് ഒരുപാടായിട്ട് തോന്നുന്നുണ്ട്. മേ ബി അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ വന്ന് കാണണം എന്നൊക്കെ തന്നെ ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അത്രത്തോളം അവരുടെ മനസ്സിൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടൊരു പ്രണയം അവർ സൂക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല അത് എത്രത്തോളം ആയിരുന്നു എന്നുള്ളത്. പക്ഷെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ടൊരു പ്രണയം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്.